പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതി അലൈ പായുതേ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാവ്യാണ്. എന്താണ് വിഗ്രഹമൊക്കെ ആയിട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് മുല്ലമാല ഉണ്ടാക്കിയിട്ട് ഭഗവാൻ ഇടുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് എൻ്റെ കുഞ്ഞനിയൻ ദിലീപ് എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ഭഗവാനാണ്. അപ്പോൾ നമുക്ക് ആ ഭഗവാനൊരു മാല ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ടിഷ്യൂ പേപ്പർ, അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് വേണം, നമ്മൾ മുഖം വൈപ്പ് ചെയ്യണത് കേട്ടോ. പിന്നെ നമുക്ക് മാല കെട്ടാൻ നൂല് വേണം. പിന്നെ പെയിൻറ്റ്, മുല്ലമുട്ടിൻ്റെ തണ്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെയിൻ്റാണിത്. അപ്പോൾ മഞ്ഞയും പച്ചയും വേണം, അത് മിക്സ് ചെയ്തിട്ട് വേണം. കാരണം തണ്ടിനൊരു ലൈറ്റ് ഗ്രീൻ കളറാണല്ലോ, അത് മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു ബ്രഷും. ഇനി നമുക്ക് ടിഷ്യൂ കട്ട് ചെയ്തെടുക്കണം. ആ നേരെയുള്ള ഫോൾഡറിൽ, അതായത് ടിഷ്യൂൻ്റെ നേരെയുള്ള ഫോൾഡറിൽ തന്നെ മടക്കുക. മടക്കിയിട്ട് ആ മടക്കിലൊന്ന് കട്ട് ചെയ്യുക. അതല്ലാന്ന് വെച്ചാൽ ഒന്നിച്ച് നമ്മൾ ടിഷ്യൂ നിവർത്താൻ നോക്കിയാൽ അവിടെ ഒട്ടി പിടിച്ചിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ കട്ട് ചെയ്യുക. വീണ്ടും അതിൻ്റെ നടുവിൽ തന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തിട്ട് അവിടെയും കട്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി ഇപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ പറ്റില്ല. അത് ഒന്നും കൂടി ഫോൾഡ് ചെയ്യുക കേട്ടോ. അത് നല്ല കട്ടിയുണ്ട്, അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് പതുക്കെ ഓരോന്ന് വലിച്ചെടുക്കരുത്, കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് നേർത്തതാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ മാറ്റി എടുക്കുക. അതേമാതിരി തന്നെ ചെറിയൊരു പീസും കൂടി വേണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുല്ലമുട്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ കഷ്ണങ്ങൾ അതിങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ നമ്മളത് വെറുതെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് അങ്ങനെ ചെറിയ ബോളായിട്ട് ഇങ്ങനെ ഉരുട്ടി അവിടെ വയ്ക്കുക. അങ്ങനെ ഉരുട്ടി വെച്ചിട്ട് ഞാൻ കാണിക്കുക. നമ്മൾ മറ്റേ പേപ്പർ ഉണ്ടല്ലോ, അതെടുത്ത് മടക്കുമ്പോഴാണ് ഇത് വെക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ മുല്ല കെട്ടാനുള്ള പേപ്പർ എടുത്തിട്ട് അതിൻ്റെ നടു നോക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പിരിക്കുക. ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് നമ്മൾ ഉരുട്ടി വെച്ചേക്കുന്ന ആ കുഞ്ഞി പേപ്പർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് അത് മുല്ലമുട്ടിൻ്റെ ഷേപ്പിൽ നമ്മളതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾഡ് ചെയ്ത് മുല്ലമുട്ടിൻ്റെ ഷേപ്പായ ഒറ്റ പിരി, ആ പിരിയിൽ നമുക്ക് അത് മുട്ടായിട്ട് കിട്ടും. നമ്മളത് പിരിക്കുമ്പോൾ നല്ല വാല് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ മുല്ലമുട്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി അത് അത്രയും കണക്കാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആ മുല്ലപ്പൂവിൻ്റെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് പച്ച പെയിൻറ്റ് ആദ്യം കുറച്ചെടുത്തിട്ട് ബ്രഷ് വെച്ചെടുത്താൽ മതി കേട്ടോ. ബ്രഷ് വെച്ച് ഒരിത്തിരി എടുത്ത് ഒന്ന് വെക്കുക. അത് കഴിഞ്ഞ് അതിനൊന്ന് ലൈറ്റാക്കാൻ വേണ്ടിയിട്ട് മഞ്ഞ പെയിൻറ്റും കൂടി എടുത്തിട്ട് ആ പെയിൻറ്റിന് ഒരു നുള്ള്, അതിൻ്റെ അത്രയും വേണ്ട, ഒന്ന് ഇട്ടിട്ട് ആ പച്ച പെയിൻറ്റിനെ ഒന്ന് ലൈറ്റാക്കുക. മുല്ലമുട്ടിനെ ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡാണല്ലോ വരുന്നത്. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. കയ്യിലെടുത്തിട്ട് ആ തണ്ടിനെ ഒന്ന് പിരിക്കുക. അപ്പോൾ ആ ഭാഗത്ത് എല്ലായിടത്തും പച്ച കളർ പിടിച്ചിട്ടുണ്ടാവും. അഥവാ ഇല്ലയെന്ന് വെച്ചാൽ ഒന്നും കൂടി നമ്മളൊന്ന് ആക്കി കൊടുത്താൽ മതി. അങ്ങനെ ഓരോ മുട്ടും എടുത്തിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ പെയിൻറ്റ് ഇങ്ങനെ പിരിച്ച് കൊടുക്കുക. അപ്പോൾ ശരിക്കും നമുക്ക് നോക്കിയാൽ കണ്ടായിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു മുല്ലമുട്ടിൻ്റെ ഷേപ്പ്. അങ്ങനെ ഒരു മുട്ട എടുക്കുക, മറ്റേ മുട്ട ഓപ്പോസിറ്റ് വയ്ക്കുക, പിന്നിലേക്ക് ഒന്ന് നൂല് വലിക്കുക. എന്നിട്ട് നമ്മുടെ 2 വിരലുകൊണ്ട് ഒന്ന് കറക്കി എടുത്തിട്ട് മുല്ലമുട്ടിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുക്കുക. ആ വള്ളി പിടിച്ച് വലിക്കുക. ഇങ്ങനെയാണ് നമ്മൾ മുല്ലമാല കോർക്കുക കേട്ടോ. ഒന്നും കൂടി കാണിക്കാം. ഒരു മുട്ട എടുക്കുക, അത് വയ്ക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് മറ്റേ മുട്ട എടുക്കുക, വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ഒരു വിരലുകൊണ്ട് അങ്ങോട്ട് പിന്നിലേക്ക് കറക്കി 2 വിരലിൽ നൂല് കറക്കി മുട്ടിലേക്ക് കയറ്റി കൊടുക്കുക, വലിക്കുക. അപ്പോൾ നമ്മുടെ മാല റെഡി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മുല്ലമാല റെഡി ആയിട്ടുണ്ട്. നോക്കിയാൽ കറക്റ്റ് മുല്ലമാല പോലെ തന്നെയാണ് കേട്ടോ. വാഴയിലും കൂടി കിടക്കുമ്പോൾ. ഇപ്പോൾ നമ്മുടെ മുല്ലമാല കണ്ടില്ലേ? ഞാനത് എൻ്റെ കണ്ണിന് ചാർത്താൻ പോവാണ്. അപ്പോൾ ഞാൻ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടാം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരേ. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്ന ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ബൈ.